ഡോക്ടർ പി.കെ. ഭാഗ്യലക്ഷ്മി രചിച്ച നന്മപ്പൂക്കൾ എന്ന പാഠഭാഗം. നന്മപ്പൂക്കൾ. അന്ധയായ പെൺകുട്ടിയായിരുന്നു മിറി. അച്ഛനും അമ്മയ്ക്കും വൃദ്ധരായ മുത്തച്ഛനും മുത്തശ്ശിക്കുമൊപ്പം മനോഹരമായ കുഞ്ഞു വീട്ടിൽ വളരെ സന്തോഷത്തോടെയായിരുന്നു അവൾ കഴിഞ്ഞു വന്നിരുന്നത്. കാഴ്ചയില്ലാത്തതിന്റെ വിഷമങ്ങളൊന്നും അവർ മിറിയെ അറിയിച്ചിരുന്നില്ല. ഒരു മലയുടെ കീഴിലുള്ള കുഞ്ഞു പട്ടണത്തിലായിരുന്നു അവരുടെ താമസം. ഇടയ്ക്കിടെ അവളുടെ നാട്ടിലുണ്ടാകുന്ന ഭൂകമ്പങ്ങൾ ഒരുപാട് നാശങ്ങൾ വിതച്ചുകൊണ്ടാണ് എപ്പോഴും കടന്നു പോകുന്നത്. അന്നും പതിവ് പോലെ മിറിയുടെ അച്ഛനും അമ്മയും പട്ടണത്തിന് പുറത്തെ വലിയ നഗരത്തിലേക്ക് ജോലിക്കായി പുറപ്പെട്ടു. ദുരന്തങ്ങൾ എത്ര പെട്ടെന്നാണ് കടന്നു വരുന്നത്! അവർ നിന്ന നഗരം പൊടുന്നനെ പൊട്ടിപ്പിളർന്നു. കെട്ടിടങ്ങളെല്ലാം ചിന്നിച്ചിതറി. ആയിരക്കണക്കിന് ആളുകൾ അവശിഷ്ടങ്ങൾക്കടിയിലായി. മിറിയുടെ അച്ഛനും അമ്മയും അതിൽ പെട്ടിരിക്കണം. അവർ പിന്നീട് ഒരിക്കലും വന്നതേയില്ല. താൻ കാഴ്ചയില്ലാത്തവളാണ് എന്ന യാഥാർത്ഥ്യം അപ്പോഴാണ് മിറിക്ക് ശരിക്കും മനസ്സിലായത്. മാത്രമല്ല, വൃദ്ധരായ മുത്തച്ഛനെയും മുത്തശ്ശിയെയും സംരക്ഷിക്കേണ്ട ബാധ്യത കൂടി ആ കുഞ്ഞിലായി. പുതിയ സ്കൂൾ വർഷം പിറന്നു. മിറിയെ കൂട്ടിക്കൊണ്ടുപോകാൻ അവളുടെ കൂട്ടുകാരികളെത്തി. തെരുവോരത്തിരുന്ന് ഷൂ വൃത്തിയാക്കി കൊടുക്കുകയായിരുന്നു അപ്പോൾ അവൾ. അവളുടെ മുന്നിൽ ഷൂ പോളിഷ് ചെയ്യാനായി നിൽക്കുന്നവരുടെ വലിയ നിര. തണുപ്പ് കാലത്ത് മുത്തച്ഛനും മുത്തശ്ശിക്കുമായി ചൂടുകുപ്പായം വാങ്ങിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ഈ തണുപ്പിൽ അവർ മരവിച്ചു മരിച്ചു പോകും. മിറിക്ക് അധ്വാനിച്ചേ തീരൂ. ഉറ്റ ചങ്ങാതിയുടെ വിഷമാവസ്ഥ കണ്ട് ഏറെ സങ്കടപ്പെട്ടാണ് കൂട്ടുകാർ തിരിച്ചു പോയത്. മിറിയുടെ കൂട്ടുകാർ വെറുതെ ഇരുന്നില്ല. അവർ തങ്ങളുടെ കുഞ്ഞു പണപ്പൊതികളെല്ലാം കുടഞ്ഞെടുത്തു. അതുകൊണ്ട് മനോഹരമായ 2 ചൂടുകുപ്പായങ്ങളും വാങ്ങി അവർ മിറിയുടെ അടുത്തു ചെന്നു. മിറിക്ക് വേണ്ടി അവർക്ക് അത് ചെയ്തേ മതിയാവുമായിരുന്നുള്ളൂ. അവർ ദിവസവും കുഞ്ഞു മിറിക്ക് വേണ്ടി പാഠങ്ങൾ മാറി മാറി പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. പരീക്ഷക്കാലമാകുമ്പോൾ അവളെ പരീക്ഷയ്ക്കിരുത്താമെന്ന് അവർ അവരുടെ അധ്യാപകരോട് സമ്മതവും വാങ്ങിച്ചു. കുഞ്ഞുങ്ങളുടെ ഈ സ്നേഹം കണ്ട് അധ്യാപകരും ഒരു നാൾ മിറിയെ കാണാനെത്തി. മിറിയെ സ്നേഹിക്കാൻ, അവളെ സംരക്ഷിക്കാൻ ഇപ്പോൾ ഏറെ പേരാണ്. നന്മ നിറഞ്ഞ ഒരുപാട് പേർ. എത്രയൊക്കെ കഷ്ടതകൾ ഉണ്ടെങ്കിലും ഭൂമിയിൽ ഒരുപാട് നന്മകളുണ്ട്. ആ നന്മകൾ കൂടുതലുള്ളത് കുഞ്ഞുങ്ങളിലും. പ്രകൃതിയിലെ എല്ലാ കുഞ്ഞുങ്ങളും ഒരുപോലെ മനോഹരങ്ങളാണ്. പൂക്കളെ പോലെ, പൂമ്പാറ്റകളെ പോലെ. ഡോക്ടർ പി.കെ. ഭാഗ്യലക്ഷ്മി. അടുത്തത് അർത്ഥങ്ങൾ. അന്ധ, കാഴ്ചയില്ലാത്തവൾ. യാഥാർത്ഥ്യം, സത്യാവസ്ഥ. ബാധ്യത, കടമ, ചുമതല. ഉറ്റ ചങ്ങാതി, ഏറ്റവും പ്രിയപ്പെട്ട ചങ്ങാതി. ദുരന്തം, ആപത്ത്. കഷ്ടത, വിഷമം. ഇനി പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങള്. ആദ്യത്തെ ഞങ്ങളുടെ ചിത്രകഥ. നന്മപ്പൂക്കൾ എന്ന കഥയിലെ സന്ദർഭങ്ങൾ പറയൂ. മിറിയുടെ സന്തോഷം നിറഞ്ഞ വീട്, പെട്ടെന്നുണ്ടായ ഭൂകമ്പം. ഇനിയും ധാരാളം സന്ദർഭങ്ങൾ കഥയിൽ നിന്ന് കണ്ടെത്താമല്ലോ. അവ ക്രമപ്പെടുത്തി എഴുതാൻ പറയുന്നുണ്ട്. പിന്നെയോ മിറിയുടെ കഥ ഒരു ചിത്രകഥയാക്കിയാലോ. ഓരോ ഗ്രൂപ്പും ചിത്രകഥ തയ്യാറാക്കണം. തയ്യാറാക്കിയ ചിത്രകഥകൾ കൈമാറി വിലയിരുത്തുകയും വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കഥയിലെ പ്രധാന സന്ദർഭങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത്. മിറിയുടെ സന്തോഷം നിറഞ്ഞ വീട്, പെട്ടെന്നുണ്ടായ ഭൂകമ്പം, അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെടുന്ന മിറി, വൃദ്ധരായ മുത്തച്ഛനെയും മുത്തശ്ശിയെയും സംരക്ഷിക്കേണ്ട ബാധ്യത ഏറ്റെടുക്കുന്ന മിറി, കൂട്ടുകാരികൾ മിറിയെ കാണാൻ എത്തുന്നു, ഷൂ വൃത്തിയാക്കുന്ന മിറി, കൂട്ടുകാർ ചൂടുകുപ്പായങ്ങൾ വാങ്ങി മിറിക്ക് സമ്മാനിക്കുന്നു, ദിവസവും പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കൂട്ടുകാർ, മിറിയെ കാണാനെത്തുന്ന അധ്യാപകർ. ഇനി ഈ കഥ ചിത്രകഥയാക്കാൻ പറഞ്ഞിട്ടുണ്ട്.
അതിൻ്റെ ഒരു മാതൃക മാത്രമാണ് ഇവിടെ കൊടുക്കുന്നത്. ഓരോ ഗ്രൂപ്പിലെയും നന്നായി വരയാൻ അറിയുന്ന കുട്ടികൾ ഈ കഥ നോക്കിയിട്ട് വരയാൻ ശ്രമിക്കുക. അന്ധയായ പെൺകുട്ടിയായിരുന്നു മിറി. അവൾ അച്ഛനും അമ്മയ്ക്കും മുത്തച്ഛനും മുത്തശ്ശിക്കുമൊപ്പം വളരെ സന്തോഷത്തോടെയാണ് കഴിഞ്ഞിരുന്നത്. പതിവ് പോലെ അവളുടെ അച്ഛനും അമ്മയും പട്ടണത്തിന് പുറത്തുള്ള നഗരത്തിലേക്ക് ജോലിക്കായി പോകുന്നു. മിറി അച്ഛനെയും അമ്മയെയും വളരെ സന്തോഷത്തോടെ യാത്രയാക്കുന്നു. TV കണ്ടുകൊണ്ടിരുന്ന അവർ പട്ടണത്തിലുണ്ടായ ഭൂകമ്പത്തിൻ്റെ വാർത്ത കാണുന്നു. അവർ വളരെയധികം വിഷമിക്കുന്നു. അവളുടെ അച്ഛനും അമ്മയും പിന്നീട് തിരിച്ചു വന്നതേയില്ല. മുത്തച്ഛനെയും മുത്തശ്ശിയെയും സംരക്ഷിക്കേണ്ടത് സ്വന്തം കടമയാണെന്ന് മിറി മനസ്സിലാക്കുന്നു. അവർക്ക് തണുപ്പിനെ അതിജീവിക്കാൻ ചൂടുകുപ്പായങ്ങൾ വാങ്ങുന്നതിനായി മിറി ഷൂ പോളിഷ് ചെയ്യുന്ന ജോലി ചെയ്യുന്നു. അവളെ സ്കൂളിലേക്ക് വിളിക്കാൻ വന്ന കൂട്ടുകാരികൾ തെരുവിൽ ഷൂ പോളിഷ് ചെയ്യുന്ന മിറിയെ കണ്ട് വളരെയധികം വിഷമിക്കുന്നു. മുത്തച്ഛനും മുത്തശ്ശിക്കുമുള്ള ചൂടുകുപ്പായങ്ങൾ വാങ്ങിക്കൊടുക്കാൻ കൂട്ടുകാരികൾ തീരുമാനിക്കുന്നു. അങ്ങനെ ചൂടുകുപ്പായവുമായി അവർ മിറിയുടെ വീട്ടിലേക്ക് എത്തുന്നു. മിറി വളരെയധികം സന്തോഷിക്കുന്നു. കൂടാതെ അന്നെടുത്ത പാഠഭാഗങ്ങൾ അവർ മിറിയെ പഠിപ്പിക്കുന്നു. കൂട്ടുകാർ പറഞ്ഞ് വിവരങ്ങളറിഞ്ഞ അധ്യാപകരും മിറിയെ കാണാൻ വീട്ടിലെത്തുന്നു. ഇനി അവൾ തനിച്ചല്ലെന്ന് അവർ പറയുന്നു. അടുത്തത് നാടകം കളിക്കാം. ചിത്രകഥ തയ്യാറാക്കുന്നതിനായി സന്ദർഭങ്ങൾ കണ്ടെത്തിയല്ലോ. ഇവ ചേർത്ത് ഒരു നാടകം കളിച്ചാലോ? എന്തെല്ലാം ഒരുക്കങ്ങൾ വേണം? നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് രംഗങ്ങളും കഥാപാത്രങ്ങളും സംഭാഷണങ്ങളുമൊക്കെ കൂട്ടിച്ചേർക്കാം. ആവശ്യമായ ഒരുക്കങ്ങൾക്കു ശേഷം ഓരോ ഗ്രൂപ്പും നാടകം അവതരിപ്പിക്കണം. മികവുകളും പരിമിതികളും ചർച്ച ചെയ്യുമല്ലോ. ഇവിടെ നമ്മുടെ ഇഷ്ടത്തിന് സംഭാഷണങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് നാടകം തയ്യാറാക്കാം. ഒരു മാതൃക ഇവിടെ കൊടുക്കുന്നു. രംഗം 1. അമ്മ: മോളെ മിറി, ഇന്ന് നിനക്ക് സ്കൂൾ ഉള്ളതല്ലേ, വേഗം പോകാൻ ഒരുങ്ങണം. അച്ഛൻ: അതെ, ഇന്ന് ഞങ്ങൾക്ക് ജോലിക്ക് പോകാനുള്ളതാണ്. മിറി: നിങ്ങൾ പെട്ടെന്ന് വരില്ലേ? അമ്മ: തീർച്ചയായും. നിനക്ക് കൂട്ടിന് മുത്തച്ഛനും മുത്തശ്ശിയും ഉണ്ടല്ലോ. അവർ പറയുന്നതെല്ലാം അനുസരിക്കണം. മിറി: ശരി അമ്മേ. മുത്തച്ഛൻ: അവളോട് അതൊക്കെ പറയണോ? അവൾ മിടുക്കിയല്ലേ. മുത്തശ്ശി: അതെ അതെ. മിറി: മുത്തച്ഛ മുത്തശ്ശി, ഞാൻ സ്കൂളിൽ പോയിട്ട് വരാം. മുത്തശ്ശി: ശരി മോളെ. രംഗം 2. സ്കൂൾ വിട്ട് വീട്ടിലെത്തിയ മിറി മുത്തച്ഛനും മുത്തശ്ശിക്കുമൊപ്പം TV കാണുന്നു. പട്ടണം പൊട്ടിപ്പിളർന്ന് ആയിരക്കണക്കിന് ആളുകൾ മരിച്ച വാർത്ത അവർ TV-യിൽ കാണുന്നു. മുത്തശ്ശി: അയ്യോ, എൻ്റെ പൊന്നുമക്കൾ. മിറി: എൻ്റെ അച്ഛനും അമ്മയും. അവർ പൊട്ടിക്കരയുന്നു. രംഗം 3. കുറച്ചു ദിവസത്തിനു ശേഷം. മിറി: മുത്തച്ഛ മുത്തശ്ശി, നിങ്ങൾ എന്താ എഴുന്നേൽക്കാത്തത്? മുത്തച്ഛൻ: തണുപ്പ് കൂടി വരികയല്ലേ. മിറി മനസ്സിൽ കരുതുന്നു, മുത്തച്ഛനും മുത്തശ്ശിക്കും ചൂട് കുപ്പായം വാങ്ങിക്കൊടുക്കണം. അവരെ സംരക്ഷിക്കണം. രംഗം 4. മിറി ഷൂ പോളിഷ് ചെയ്യുന്ന ജോലിക്ക് പോകുന്നു. മിറിയെ സ്കൂളിലേക്ക് വിളിക്കാൻ കൂട്ടുകാരികൾ എത്തുന്നു. തെരുവിൽ ഷൂ പോളിഷ് ചെയ്യുന്ന മിറിയെ അവർ കാണുന്നു. കൂട്ടുകാരികൾ: മിറി, നീ എന്താണ് ചെയ്യുന്നത്? നീ സ്കൂളിലേക്ക് വരുന്നില്ലേ? മിറി: എനിക്ക് എൻ്റെ മുത്തച്ഛനെയും മുത്തശ്ശിയെയും നന്നായി നോക്കണം. അവർക്ക് ചൂട് കുപ്പായം വാങ്ങിക്കൊടുക്കണം. കൂട്ടുകാരികൾ: വിഷമിക്കല്ലേ, എല്ലാം ശരിയാകും. രംഗം 5. പിറ്റേന്ന്. കൂട്ടുകാരികൾ: മിറി, മുത്തശ്ശനും മുത്തശ്ശിക്കുമുള്ള ചൂട് കുപ്പായങ്ങൾ ഇതാ. മിറി:
ഇത് നിങ്ങൾ വാങ്ങിയതാണോ? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കൂട്ടുകാരികൾ: അതെ, നീ ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിയല്ലേ. മെറി: വളരെ നന്ദി. രംഗം 6. കൂട്ടുകാരികൾ: മിറി, ഞങ്ങൾ ഇന്ന് എന്തിനാണ് വന്നിരിക്കുന്നതെന്ന് നിനക്കറിയാമോ? മിറി: ഇല്ല, എന്താണ് കാര്യം? കൂട്ടുകാരികൾ: ഞങ്ങൾ ഇന്ന് മുതൽ സ്കൂളിലെടുക്കുന്ന പാഠഭാഗങ്ങളെല്ലാം നിന്നെ പഠിപ്പിക്കും. മിറി: നിങ്ങളോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. രംഗം 7. മുത്തച്ഛൻ: മോളെ മിറി, ഇത് ആരൊക്കെയാ വന്നിരിക്കുന്നതെന്നറിയാമോ? മിറി: ആരാണ് മുത്തച്ഛ? മുത്തശ്ശി: നിന്റെ സ്കൂളിലെ അധ്യാപകരാണ് മോളെ. അധ്യാപിക: മോളെ മിറി, നിന്റെ കഷ്ടപ്പാടുകളൊക്കെ കൂട്ടുകാർ പറഞ്ഞു ഞങ്ങളറിഞ്ഞു. ഇനി നിനക്ക് ഞങ്ങളെല്ലാവരുമുണ്ട്. മിറി: വളരെ നന്ദിയുണ്ട്. മുത്തച്ഛൻ: അതെ അതെ മുത്തശ്ശി, ഞങ്ങൾക്ക് വളരെ ആശ്വാസമായി. അടുത്തത് കവിതയരങ്ങ്. കളിയല്ല കളി എന്ന യൂണിറ്റിലും ഈ യൂണിറ്റിലും പഠിച്ച കവിതകളും ക്ലാസ് ലൈബ്രറിയിലും അടുത്തുള്ള വായനശാലയിലുമുള്ള കവിതാ സമാഹാരങ്ങളിൽ നിന്നും ശേഖരിച്ച സമാന കവിതകളും ചേർത്ത് ഒരു കവിതയരങ്ങ് നടത്തൂ. ഒറ്റയ്ക്കും സംഘമായും ചൊല്ലാം. കുറച്ച് കവിതകൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക.